റിസൾട്ട് ലഭിക്കുന്ന വിഷയത്തിൽ, ഫലം ചെയ്യുന്ന വിഷയത്തിൽ സ്വർണ്ണാമൃതം എന്ന പേരിൽ അറിയപ്പെടുന്ന അത്രമേൽ സവിശേഷമേറിയൊരു സ്വലാത്തുണ്ട്. ഈ സ്വലാത്ത് ഇത്രയും തവണ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയത് എന്തും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. പിന്നെ അത് നമുക്ക് കിട്ടുന്നില്ല, അത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ ഖളാ അത് പിന്തിയിട്ട് കിട്ടലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും ഉറപ്പ് പറയുന്ന വളരെ സവിശേഷമേറിയൊരു സ്വലാത്ത് പണ്ട് മുതലേ ഇങ്ങനെ ചെയ്തു വരുന്ന, ചൊല്ലി വരുന്ന, അത്രയും റിസൾട്ട് ആയിരങ്ങൾക്ക് ലഭിച്ച വളരെ പവിത്രമേറിയ സ്വലാത്താണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് റാഹത്താകാൻ കാരണമാകും. ഈ സ്വലാത്തിന് അത്രമേൽ പവിത്രതയുണ്ട്. എനിക്കും നിങ്ങൾക്കൊക്കെ ഈ സ്വലാത്ത് അറിയാം. നമ്മളൊക്കെ ഈ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, ധാരാളമായിട്ട് ചൊല്ലുന്നവരാണ്. ഇത് ഈ സ്വലാത്തിൻ്റെ പേര് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇതിൻ്റെ നിങ്ങൾക്ക് അറിയുന്ന ഒരു പേരും അറിയാത്തൊരു പേരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ നിങ്ങൾക്കത് അറിവുള്ളവരാണെങ്കിൽ താഴെ എഴുതി അറിയിക്കണം. ഞാൻ രണ്ടു പേരും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറയുന്നുണ്ട്, എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് പറയുന്നുണ്ട്, ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണ്. പലരും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസ് ശരിക്ക് അത് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്കല്ലേ കാണാൻ സാധിക്കുള്ളൂ. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ശനി ഞായർ ദിവസങ്ങളിൽ ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് വരേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിൽ വീഡിയോസിലൊക്കെ പറയുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ അതിൻ്റെ ക്ലിയറുള്ള കോപ്പി അയക്കാറുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിലുള്ളത് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളത് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് അത് വരികയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ചൊല്ലാനും നല്ല ക്ലിയറിൽ കാണാനൊക്കെ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്ന സ്വലാത്ത് എന്ന് പറയുന്നത് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം. ആ സ്വലാത്ത് വളരെ സവിശേഷമേറിയ സ്വലാത്താണ്. സ്വലാത്ത് പൊതുവിൽ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണെന്ന് നമുക്കറിയാലോ. ഏതേത് പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതിന് സ്വലാത്ത് പരിഹാരമാണ്. അതേത് സ്വലാത്താണെങ്കിലും അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കും. അത് എത്ര തവണ, അത് മനസ്സിലൊന്നും കരുതാതെ ചൊല്ലിയതാണെങ്കിലും നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ഉദ്ദേശം നേടിയെടുക്കാൻ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതങ്ങനെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ എപ്പോഴും അത് പറയാറുള്ളതാണ്, പലർക്കും അതറിയാം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ, അങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇദൻ യക്ഫീക ഹമ്മദ് ദുനിയ വ ഹമ്മൽ ആഖിറ, നിൻ്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും ആ സ്വലാത്ത് പരിഹാരമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ദുനിയാവിലുള്ള നമ്മുടെ ഏതോ പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, അതിനെ തൊട്ടൊക്കെ പരിഹാരം ലഭിക്കാൻ സ്വലാത്ത് മതിയാകുന്നതാണ്. സ്വലാത്ത് മുറുകെ പിടിക്കുക, ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന സ്വലാത്തിലേക്ക് വരാം. ഈ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും ഡെയിലി ചൊല്ലുമ്പോഴാണ് ധാരാളം സ്വലാത്ത് ചൊല്ലി എന്നുള്ളതിൻ്റെ പരിധിയിൽ പെടുള്ളൂ. അതൊന്ന് നിങ്ങൾ താഴെ ആരെങ്കിലും എഴുതിയറിയിക്കണം. ഡെയിലി 300 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നാണ്. സ്വഹാബാക്കളൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിച്ചിരുന്നു. നമ്മൾ എത്ര തവണ ചൊല്ലിയാലോ സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്നുള്ള രൂപത്തിലേക്ക് എത്തുക, അതാണ് പറഞ്ഞത്. അത് 100 തവണയല്ല, 200 തവണയല്ല, ചുരുങ്ങിയത് 300 തവണ ചൊല്ലണം എന്നാണ് ഭൂരിഭാഗം ഇമാമുകൾ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ചുരുങ്ങിയതൊരു 300 തവണയെങ്കിലും സ്വലാത്ത് നമ്മൾ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്നുള്ളതിൻ്റെ പരിധിയിൽ നമുക്കൊക്കെ പെടാൻ സാധിക്കും. നമ്മളിന്ന് പരിചയപ്പെടുന്ന സ്വലാത്ത് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടതുപോലെ സാധാരണ നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത്. സ്വലാത്തു നാരിയ. സ്വലാത്തു നാരിയക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്.
സ്വലാത്തു നാരിയയ്ക്ക് ആ പേര് തന്നെ വരാൻ കാരണം, ആ സ്വലാത്തിന് അങ്ങനെയുള്ളൊരു പേര് തന്നെ വരാൻ കാരണം എന്താ? അത് തീ വേഗത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടുന്ന കാരണമായിട്ടാണ്. നാം നിത്യവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ദുആക്ക് നിശ്ചിത പദങ്ങൾ അള്ളാഹുവോ റസൂലോ നിശ്ചയിച്ച് തന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂല. അതങ്ങനെ ഖുറാനിലുള്ള ചില പദങ്ങളുണ്ട്. ഇന്നാലിന്നത് കൊണ്ട് ഇന്ന വിഷയത്തിന് ദുആ ചെയ്യണം, ഇന്നാലിന്നത് കൊണ്ട് ഇന്ന വിഷയത്തിൽ ദുആ ചെയ്യണം എന്നില്ല. അപ്പോൾ ഖുറാനിലും ഹദീസിലും പല രൂപത്തിലുള്ള ദുആകളുണ്ട്. സ്വലാത്ത് അതുപോലൊരു ദുആ ആണ് യഥാർത്ഥത്തിൽ. അതൊരു നിശ്ചിത രൂപം നിർണ്ണയിച്ചിട്ടില്ല. ഏത് പദങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഓരോ സ്വലാത്തുകളും ഓരോ മഹത്തുക്കൾ, അത് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സ്വലാത്ത് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സ്വലാത്താണ് പലതും നമ്മുടെ കൈകളിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട സ്വലാത്തിൻ്റെ രൂപങ്ങൾക്ക് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. മുത്തുനബി തങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുത്ത സ്വലാത്തുകളുണ്ട്, അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം നാരിയത്തു സ്വലാത്ത് അത് രചിച്ചത് മഹാനരായ ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ ഇമാം അബ്ദുസ്സലാം ബിൻ ബഷീഷ് റളിയല്ലാഹു അൻഹു അവർകളാണ്. അപ്പോൾ ആരാണ് നാരിയത്തു സ്വലാത്ത് രചിച്ചത്? ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതിലെ പ്രബലമായ അഭിപ്രായം മഹാനരായ അബുൽ ഹസൻ ഷാദുലി ഇമാമിൻ്റെ ഉസ്താദ് ഇമാം അബ്ദുസ്സലാം ബിൻ ബഷീഷ് റളിയല്ലാഹു അൻഹു ആണ് അത് രചിച്ചിട്ടുള്ളത്. അത് താഴെ നിന്ന് ആരെങ്കിലും എഴുതി അറിയിക്കുക, ആവശ്യക്കാർക്ക് ഉപയോഗപ്പെടുത്തട്ടെ. അബ്ദുസ്സലാം ബിൻ ബഷീഷ് റളിയല്ലാഹു അൻഹു. ഈ സ്വലാത്തിന് നാരിയത്തു സ്വലാത്ത് എന്ന പേരിന് പുറമെ അസ്വലാത്തുൽ ഖുർത്തുബിയ്യ എന്ന പേരുണ്ട്. എന്താ പേര്? സ്വലാത്തുൽ ഖുർത്തുബിയ്യ. എന്താണ് സ്വലാത്തുൽ ഖുർത്തുബിയ്യ എന്ന് പറഞ്ഞാൽ? ഇത് സ്വലാത്തു നാരിയ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം എന്താ? തീ വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന, ദുഃഖദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടിലാകുമ്പോൾ, ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങളുണ്ട് എന്നറിയുമ്പോൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നറിയുമ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടൊന്ന് സദസ്സ് ഒരുമിച്ച് കൂടും. അതിനൊരുമിച്ച് കൂടിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് 4444 സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക്, നാരിയത്തു സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക് ആ വിഷയം തീ വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നു. അങ്ങനെ പെട്ടെന്ന് ഫലം കാണുന്നത് കൊണ്ടാണ് ആ പേരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് സ്വലാത്ത് നാരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പേര് വരാനുള്ള കാരണം അതാണ് പറയുന്നത്. ഈ സ്വലാത്ത് അറിയുന്നവർക്കിടയിൽ ഇതിൻ്റെ പേര് മിഫ്താഹുൽ കൻസിൽ മുഹീത്ത്, വലയം ചെയ്ത നിധിയുടെ താക്കോൽ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പേരും ഇതിനുണ്ട്. പെട്ടെന്ന് ഉദ്ദേശങ്ങൾ സാധിക്കുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്ത് ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ദുഃഖദുരിതങ്ങൾ അകലുകയും ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുകയും നമ്മുടെ ഏത് ആഗ്രഹങ്ങളിലേക്കുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടുകയും ഒക്കെ ചെയ്യുന്നുള്ളതാണ്. സ്വലാത്തിൻ്റെ ചിട്ടകളടങ്ങിയ എല്ലാ പദങ്ങളും ഈ സ്വലാത്ത് ഉൾക്കൊള്ളുന്നു. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ആ സ്വലാത്ത് എഴുതുമ്പോൾ ഒരു സ്വലാത്തിൻ്റെ പദങ്ങൾക്കുണ്ടായിരിക്കേണ്ട ചില ചിട്ടകളും മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ആ ചിട്ടകളും മാനദണ്ഡങ്ങളൊക്കെ ഈ സ്വലാത്ത് ഉൾക്കൊള്ളിച്ചത് കൊണ്ട് ഇത് കിടയറ്റ സ്വലാത്താണ്, ഇത് വളരെ സവിശേഷമേറിയ സ്വലാത്താണ് എന്നുള്ളത് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അവസാനത്തെ ഭാഗത്ത് ചില ഭാഗങ്ങൾ ആരെങ്കിലും നാരിയത്തു സ്വലാത്ത് നിത്യേന 11 തവണ ചൊല്ലിയാൽ അയാൾക്ക് അള്ളാഹു അവൻ്റെ മഈഷത്തിനുള്ള വക തുറന്നു കൊടുക്കും. അവന് എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനൊക്കെ കാരണമാകുന്നുള്ളതാണ്. സ്വലാത്തു നാരിയയുടെ ഒരുപാട് അമലുകളുണ്ട്. ഇത് എല്ലാ ദിവസവും 11 തവണ ചൊല്ലിയാൽ അത് ഇടവിടാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് 11 തവണ. അങ്ങനെയാണെങ്കിൽ മഈഷത്തിനൊരു മുട്ടും വരൂല, ഉന്നത സ്ഥാനത്തേക്ക് ലഭിക്കും, മഹത്തായ ഒരു സ്ഥാനം അവന് കരസ്ഥമാകുന്നുള്ളതാണ്. സുബഹിക്ക് ശേഷം 41 തവണ ഈ സ്വലാത്ത് നാരിയത്തു സ്വലാത്ത് പതിവാക്കിയാൽ അവൻ്റെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ പോലും നടന്നു കിട്ടാൻ ഈ നാരിയത്തു സ്വലാത്ത് അത് മതിയാകുന്നതാണ്. ദിവസേന 100 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറും, ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും. ഒരുപാട് എണ്ണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ദിവസേന 313 തവണ പാരായണം ചൊല്ലിനെ പതിവാക്കിയാൽ അവൻ്റെ എല്ലാ രഹസ്യങ്ങളുടെയും മറ നീങ്ങിക്കിട്ടും, ഉദ്ദേശിച്ചതെന്തും അവൻ അറിയാനും കാണാനും സാധിക്കുന്നുള്ളതാണ്. നാരിയത്തു സ്വലാത്തിൻ്റെ ഓരോ മഹത്വങ്ങളും ഗുണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടത് നമുക്ക് ബോധ്യപ്പെടും.
എത്രയോ ആളുകൾ പഴയ കാലം മുതലേ, നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ലേ, പഴയ കാലം മുതലേ നാരിയത്തു സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി വരുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ ചില എണ്ണങ്ങളൊക്കെ എങ്ങനെയാണ്, ദിവസേന ഇത് 1000 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അയാൾക്ക് അതിരും എതിരുമില്ലാത്ത അവർണ്ണനീയമായ നേട്ടങ്ങളുണ്ടാകും. ഒരു കണ്ണു കാണാത്തതും ഒരു കൽബും അറിയാത്തതുമായ ഒരു കാതും കേൾക്കാത്തതുമായ കാര്യങ്ങളൊക്കെ അയാൾക്ക് ആസ്വദിക്കാനും അറിയാനും സാധിക്കുന്നുള്ളതാണ്. ഒരു പ്രധാന കാര്യം നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നാരിയത്തു സ്വലാത്ത് കൊണ്ട് ചെയ്യാവുന്ന ഒരു അമലുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം നേടിയെടുക്കണം, അല്ലെങ്കിൽ ഒരു ആഫത്ത് നമുക്ക് തട്ടിപ്പോകണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്നാൽ അതിനെന്താ ചെയ്യേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി തവസ്സുൽ ചെയ്യുക. എന്നിട്ട് 4444 നാരിയത്തു സ്വലാത്ത് അയാളുടെ നീയത്തനുസരിച്ച് ചൊല്ലിയാൽ ആ നീയത്ത് പൂർത്തീകരിച്ച് കിട്ടും. ഇത് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ എണ്ണത്തിൻ്റെ പ്രത്യേകത ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫലിക്കുന്ന വിഷയത്തിൽ ഇത് സ്വർണ്ണാമൃതമാണ്, അത്രയും ഫലം ലഭിക്കും എന്നുള്ളതാണ്. ഈ സ്വലാത്ത് ഏതാണെന്ന് നോക്കൂ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ളാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. ഇതിൻ്റെ അർത്ഥം നോക്കൂ. തൻഹല്ലു ബിഹിൽ ഉഖദ്, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായിട്ട് നമ്മുടെ എല്ലാ കുരുക്കുകളും കെട്ടുകളും അഴിഞ്ഞു പോകുന്നു. വതൻഫരിജു ബിഹിൽ ഖുറബ്, ആ മുത്തുനബി തങ്ങൾ കാരണമായിട്ട് നമ്മുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു. ഇങ്ങനെ ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളിൽ തന്നെ അതിൻ്റെ ആ കൃത്യമായ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര സവിശേഷമേറിയ സ്വലാത്താണെന്നറിയോ? നിങ്ങളൊക്കെ ഇത് പലപ്പോഴും 4444 തവണ ചൊല്ലിയവരാണ് അല്ലേ? ഡിസ്പ്ലേയിൽ വലുതായി കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. വതുഖ്ളാ ബിഹിൽ ഹവായിജ്, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. ഹബീബായ തങ്ങളെ കൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. വതുനാലു ബിഹിർ റഗായിബ്, ആ ഹബീബായ തങ്ങളെ കൊണ്ട് ആഗ്രഹങ്ങൾ സഫലമാകുന്നു. വഹുസ്നുൽ ഖവാതിം, മുത്തുനബി തങ്ങളെ കൊണ്ട് നമ്മുടെ ആഖിബത്ത് അവസാനം നന്നായി തീരുന്നു. വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം, ആദരണീയമായ അവിടുത്തെ തിരുമുഖം കൊണ്ട് അവിടുത്തെ മുഖേന മേഘത്തോട് മഴ ചോദിക്കപ്പെടുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനെല്ലാം വലിയ റിസൾട്ട് ലഭിക്കുന്നു. അതാണ് പ്രിയമുള്ളവരെ നാരിയത്തു സ്വലാത്ത് പഴയകാലം മുതലേ ചൊല്ലി വരുന്നത്. അത്രയും പവിത്രമേറിയ വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന ഒരാമലായതുകൊണ്ട് അള്ളാഹു നമുക്കത് പതിവാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാരിയത്തു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. 4444 തവണയോ നമ്മളിവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു തവണയൊക്കെ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. നമ്മുടെ ജീവിതത്തിനും വലിയ ബറക്കത്തുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസിൽ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ നമ്മൾ നാരിയത്തു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക. നല്ല റിസൾട്ട് ലഭിക്കും, നമുക്ക് നല്ല ഫലം ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.